ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് ക്ലാസ് 3 ഹിന്ദിയിലെ ചാപ്റ്റർ 14 കിസാൻ കി ഹോഷിയാരി മനസ്സിലാക്കാം. കിസാൻ എന്ന് പറഞ്ഞാൽ ഫാമർ, കർഷകൻ. ഹോഷിയാരി സാമർഥ്യം അല്ലെങ്കിൽ ബുദ്ധി, കർഷകൻ്റെ ബുദ്ധി അല്ലെങ്കിൽ കർഷകൻ്റെ മിടുക്ക്, കൃഷിക്കാരൻ്റെ സാമർഥ്യം എന്ന് പറയാം. അപ്പോൾ ഈ സ്റ്റോറി നമുക്ക് മനസ്സിലാക്കാം. സുനേ കഹാനി. ഏക് കിസാൻ അപ്ന ഖേത് ജോത് രഹാ താ. ഏക് കിസാൻ ഒരു കർഷകൻ അപ്ന തൻ്റെ ഖേത്ത്, ഖേത്ത് എന്ന് പറഞ്ഞാൽ കൃഷിയിടം അല്ലെങ്കിൽ വയൽ. ജോത് രഹാത്ത, ജോത്ന എന്ന് പറഞ്ഞാൽ ടു പ്ലോ, അതായത് ഹൽ ചലാന. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇവിടെ കാളകളെ ഉപയോഗിച്ചിട്ട്, ഇതാണ് ഹൽ ചലാന എന്ന് പറയുന്നത്. കാളകളെ ഉപയോഗിച്ചിട്ട് കൃഷിയിടം ഉഴുതുമറിക്കുക, അതിനാണ് ജോത്ന എന്ന് പറയുന്നത്. ഈ വയലെല്ലാം കൃഷി ചെയ്യാൻ യോഗ്യമാക്കി മാറ്റുകയാണ്. മണ്ണെല്ലാം ഉഴുതുമറിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് കർഷകർ. അപ്പോൾ ഇവിടെ കാളകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉഴുതുമറിക്കുകയായിരുന്നു. അച്ചാനക് പെട്ടെന്ന് കഹീസെ എവിടെ നിന്നോ ഏക് ഭാലു ഒരു കരടി, ആകയ ഒരു കരടി വന്നു. ഭാലു കിസാൻകോ മാർനെ ജപ്റ്റ, കരടി എന്തു ചെയ്തു, കർഷകനെ കൊല്ലാനായിട്ട് ചാടി വീണു ആക്രമിച്ചു. ജപ്റ്റ എന്ന് പറഞ്ഞാൽ ചാടി വീണ് ആക്രമിക്കുക. കിസാനെ കഹ, അപ്പോൾ കർഷകൻ പറഞ്ഞു, മുझे ക്യോ മാർത്തേ ഹോ, എന്നെ എന്തിനാണ് കൊല്ലുന്നത്. ഉപജ് ഹോനെ ദോ, ജോ കഹോഗെ വഹി ഖിലാവുങ്ക. ഉപജ് എന്ന് പറഞ്ഞാൽ ഫസൽ, അതായത് കൃഷി ചെയ്തിട്ട് ലഭിക്കുന്ന ഫലം. അത് എന്താണോ കൃഷി ചെയ്തിട്ട് അത് വിളവെടുത്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത്, ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ ലഭിക്കുന്നത് എന്താണോ അതാണ് ഉപജ് ഹോനെ ദോ, ഫസൽ ഉണ്ടാവട്ടെ, വിളവെടുത്ത് കഴിയട്ടെ. ജോ കഹോഗെ, എന്താണോ നീ പറയുന്നത്, വഹി ഖിലാവുങ്ക, അത് തന്നെ തീറ്റിക്കും, അത് തന്നെ നിനക്ക് ഭക്ഷിക്കാനായിട്ട് തരും. അപ്പോൾ ഈ കരടി വന്നു, ഈ കർഷകൻ ഇങ്ങനെ നിലം ഉഴുതുമറിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കരടി എവിടെ നിന്നോ പെട്ടെന്ന് വന്നു അദ്ദേഹത്തെ കൊല്ലാനായിട്ട് ചാടി വീണു. അപ്പോൾ കർഷകൻ കരടിയോട് എന്താണ് പറഞ്ഞത്, എന്നെ എന്തിനാണ് കൊല്ലുന്നത്, ഇത് കൃഷി ചെയ്തിട്ട് ഇതിൻ്റെ വിളവെടുപ്പ് കഴിയട്ടെ, അപ്പോൾ അത് നീ എന്താണോ പറയുന്നത് അത് നിനക്ക് കഴിക്കാനായിട്ട് തരും. ഭാലുവിനെ കഹ, കരടി പറഞ്ഞു, ഭൂമിക്ക് ഊപ്പർക്ക് ഉപജ് മേരി ഓർ നീച്ചേക്ക് തുമാരി രഹേക്ക്. ഭൂമിയുടെ ഈ നിലത്തിൻ്റെ മുകളിലായിട്ട് വരുന്ന ആ ഫസൽ, എന്താണോ കൃഷി ചെയ്തിട്ട് ലഭിക്കുന്നത്, മുകളിലുള്ള ഭാഗം എനിക്കും, നീച്ചേക്ക് തുമാരി രഹേക്ക്, താഴെ വരുന്ന ഭാഗം നിങ്ങളതും ആയിരിക്കും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ബാലു വിചാരിച്ചു, മുകളിലാണല്ലോ എന്തിൻ്റെ ആണെങ്കിലും ഫലം ഉണ്ടാവുക, അതിൻ്റെ കൃഷി ചെയ്താൽ ലഭിക്കുന്നത് മുകളിലായിരിക്കും, അപ്പോൾ മുകളിലുള്ള ഭാഗം എനിക്കും അടിയിലുള്ളത് നിങ്ങൾക്കുമായിരിക്കും എന്ന് പറഞ്ഞു. കർഷകൻ എന്ത് ചെയ്തു, കിസാനെ ആലു ബോദിയെ, കർഷകൻ പൊട്ടാറ്റോസാണ് കൃഷി ചെയ്തത്, ഉരുളക്കിഴങ്ങാണ് കൃഷി ചെയ്തത്. കർഷകന് നല്ല ബുദ്ധിയുണ്ട്. ഉരുളക്കിഴങ്ങാവും മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുക അല്ലേ, ഉരുളക്കിഴങ്ങ് മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഉപജ് ഹുയിത്തോ ബാലുക്കോ പത്തേ ഖാനേക്കോ മിലെ, അപ്പോൾ അത് വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ കരടിക്ക് എന്താണ് കഴിക്കാനായിട്ട് ലഭിച്ചത്, അതിൻ്റെ ഇലകൾ, അതിൻ്റെ ഇലകളാണ് കരടിക്ക് കഴിക്കാനായിട്ട് ലഭിച്ചത്. ബാലു ചിടിക്കർ രഹഗയ, അപ്പോൾ കരടിക്ക് ദേഷ്യം വന്നു. ചിടിക്കർ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി കരടി നിന്നു. കാരണം പൊട്ടാറ്റോസ് മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുക, മുകളിൽ അതിൻ്റെ ഇലകളാണ് ഉണ്ടാവുക. അപ്പോൾ ബാലുവിന് ഇലകളാണ് ലഭിച്ചത്. അപ്പോൾ ബാലു ദേഷ്യപ്പെട്ടു, ബാലുവിന് ദേഷ്യം വന്നു. കർഷകൻ കൃഷി ചെയ്തിട്ട് ലഭിച്ച പൊട്ടാറ്റോസുമായിട്ട് പോയി. അഗ്ലി ബാർ ബാലുവിനെ കഹ, അടുത്ത പ്രാവശ്യം കരടി പറഞ്ഞു, ദേഖോ ഇസ് ബാർ ഭൂമിക്ക് നീച്ചേക്ക് ഉപജ് മേരി ഓർ ഊപ്പർക്ക് തുമാരി. നോക്കൂ, ഇപ്രാവശ്യം ഭൂമിയുടെ നിലത്തിൻ്റെ അടിയിലായിട്ട് വരുന്ന ഫസൽ അത് എനിക്കും, ഊപ്പർക്ക് തുമാരി മുകളിൽ വരുന്നത് നിങ്ങൾക്കുമാണ് എന്ന് കരടി പറഞ്ഞു. ഇനിയും പൊട്ടാറ്റോസ് തന്നെയായിരിക്കും ചിലപ്പോൾ കൃഷി ചെയ്യുക, അപ്പോൾ അടിയിൽ വരുന്ന ഭാഗം എനിക്ക് ലഭിക്കും എന്ന് കരടി കരുതി. ഇസ് ബാർ കിസാനെ ഗേഹു ബോദിയ, ഇപ്രാവശ്യം കർഷകൻ എന്ത് ചെയ്തു, വീറ്റാണ് നട്ടത്. അതായത് ഗോതമ്പാണ് കൃഷി ചെയ്തത്. ബോദിയ എന്ന് പറഞ്ഞാൽ, ബോന എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സീഡ്സ്. അപ്പോൾ വിത്ത് നടുക, എന്തിൻ്റെ വിത്താണ് നട്ടത്, ഗോതമ്പിൻ്റെ. ജബ് ഉപജ് ഹുയി തോ കിസാൻ കോ മിലെ ചംകീലെ ഗേഹു, അപ്പോൾ അത് കൃഷി ചെയ്ത് അതിൻ്റെ
വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ കർഷകൻ എന്താണ് ലഭിച്ചത്? നല്ല തിളങ്ങുന്ന ഗോതമ്പ്. ചംകീലെ എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ഗോതമ്പാണ് ലഭിച്ചത്. ഭാലുക്കോ മിലി കേവൽ ജഡേ. കരടിക്ക് എന്താണ് ലഭിച്ചത്? വേരുകൾ മാത്രം. ജഡ് എന്ന് പറഞ്ഞാൽ വേര്, മണ്ണിൻ്റെ അടിയിലുള്ള വേരാണ് കരടിക്ക് ലഭിച്ചത്, കേവൽ മാത്രം. ഭാലു ഖീച്ച് കർ രഹ ഗയ. ഖീച്ച് കർ എന്ന് പറഞ്ഞാൽ ചിടുക്കർ, അതായത് ദേഷ്യപ്പെട്ടിട്ട്, ഈ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിന്നു. കൃഷി ചെയ്തിട്ട് ലഭിച്ച ഗോതമ്പ് കർഷകന് ലഭിച്ചു. മണ്ണിൻ്റെ അടിയിലുള്ള വേരാണ് കരടിക്ക് ലഭിച്ചത്. ഇസ് ബാർ ഭാലുവിനെ കിസാൻ കോ പാഠ് പഠാനെ കി സോച്ചി. ഇപ്രാവശ്യം കരടി എന്ത് വിചാരിച്ചു? ഈ കർഷകനൊരു പാഠം പഠിപ്പിക്കണം. 2 പ്രാവശ്യമായി എന്നെ പറ്റിക്കുന്നു, ഇപ്രാവശ്യം ഒരു പാഠം പഠിപ്പിക്കണം. പാഠ് പഠാന എന്ന് പറഞ്ഞാൽ സബക് സിഖാന, അതായത് പാഠം പഠിപ്പിക്കുക. സോച്ചി, ചിന്തിച്ചു. ഉസ്നെ കിസാൻ സെ കഹ. അപ്പോൾ കരടി കർഷകനോട് പറഞ്ഞു, ഭൂമിക്ക് സബ്സെ ഊപ്പർ ഓർ ഭൂമിക്ക് നീച്ചേക്ക് ഉപജ് മേരി. ഭൂമിയുടെ നിലത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്നതും പിന്നെ അടിയിലായിട്ട് വരുന്നതും ആയ വിളകൾ എനിക്ക്. എന്താണോ ലഭിക്കുന്നത്, കൃഷി ചെയ്തിട്ട് ലഭിക്കുന്നത്, അത് എനിക്ക്. കിസാൻ മാൻ ഗയ. അപ്പോൾ കർഷകൻ അത് സമ്മതിച്ചു. ഇസ് ബാർ കിസാനെ ലഗായ ഗന്ന. ഇപ്രാവശ്യം കർഷകൻ എന്താണ് കൃഷി ചെയ്തത്? ഗന്ന, അതായത് കരിമ്പ്, ഷുഗർ കെയിൻ. ജബ് ഉപജ് ഹുയി തോ ഭാലുക്കോ മിലെ പത്തെ ഓർ ജഡേ ഭാലുക്ക സിർ ചക്രാ ഗയ. ജബ് ഉപജ് ഹുയി തോ. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞപ്പോൾ, കൃഷി ചെയ്ത് വിളവെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താണ് കരടിക്ക് ലഭിച്ചത്? പത്തെ ഓർ ജഡേ. ഏറ്റവും മുകളിൽ കരിമ്പിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് ഇലകളാണ് ഉണ്ടാവുക, മണ്ണിൻ്റെ അടിയിലായിട്ട് വേരാണ് ഉണ്ടാവുക, ഇടയിലായിട്ടാണ് കരിമ്പ് ഉണ്ടാവുക. അപ്പോൾ ഇടയിലുള്ള കരിമ്പ് കർഷകന് ലഭിച്ചു. മുകളിലുള്ള ഇലകളും അടിയിലുള്ള വേരുമാണ് കരടിക്ക് ലഭിച്ചത്. ഭാലുക്ക സിർ ചക്രാഗയ. സിർ ചക്രാഗയ. സിർ ചക്ര ജാന എന്ന് പറഞ്ഞാൽ അതൊരു മുഹാവരയാണ്. കുച്ച് ബി സമജ്ന ആന എന്നാണ് അർത്ഥം. അപ്പോൾ കരടിക്ക് ഒന്നും മനസ്സിലായില്ല. കുച്ച് ബി സമജ്ന ആയ. കരടിക്ക് ഒന്നും മനസ്സിലായില്ല. ഇതിപ്പോൾ എന്താ സംഭവിച്ചത്? കരടിക്ക് ഒന്നും മനസ്സിലായില്ല. ചക്കർ ആന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തല കറങ്ങുക എന്നാണ്. ചക്കർ ആന, തല കറങ്ങുക. സിർ ചക്രാഗയ എന്ന് പറഞ്ഞാൽ കുച്ച് ബി സമജ്ന ആന. കുച്ച് ബി സമജ്ന ആയ, ഒന്നും മനസ്സിലായില്ല. അപ്പോൾ കൃഷിക്കാരൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, തൻ്റെ സാമർഥ്യം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു, അല്ലേ? കരടിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വിളകളൊക്കെ, കൃഷി ചെയ്തിട്ട് ലഭിച്ച ഫസലെല്ലാം കൃഷിക്കാരന് തന്നെ ലഭിക്കുകയും ചെയ്തു.